എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാട്ടാനയാണ് ഇപ്പോഴത്തെ വിഷയം. നമ്മുടെ ഈ കാണുന്ന തെങ്ങിൽ നിന്നും തെങ്ങിൻ്റെ ഓലയൊക്കെ ഒടിച്ചിട്ടേക്കുന്നുണ്ടോ, അത്രയും വീടിൻ്റെ മുറ്റത്ത് വരെ എത്തിയിരിക്കുന്നു കാട്ടാന ശല്യം. ഈ ഒരു പ്ലാവിൽ നിന്നും ചക്കയും പറിച്ച്, ഒന്നാമതേ ഇപ്പോൾ പ്ലാവിൽ ചക്കകൾ വളരെ കുറവാണ്. അപ്പം ചക്ക 2 ദിവസത്തോടെ പാകമായിട്ട് പറിക്കാമെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ എന്തായാലും ആന വന്ന് കൊണ്ടുപോയി. ഇനിയും ചക്കയേ ഇല്ല. പിന്നെ നമ്മൾ പാവപ്പെട്ട സാധാരണ കർഷകരെല്ലാം പട്ടിണിയില്ല. ഒരു ഏത്തവാഴ നട്ടിരുന്നായിരുന്നു, അതും കുത്തി കീറി വാഴയെല്ലാം നശിപ്പിച്ച് നാറാണക്കല്ലാക്കി. ഒരു വാഴയല്ല, നിരവധി വാഴകളാണ് ഇതുപോലെ ഇവിടെ നശിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കണ്ടില്ലേ, തല്ലിപ്പറിച്ച് ആ റോഡിലെടുത്ത് എറിഞ്ഞ് കളഞ്ഞേക്കുകയാണ്. എന്ത് ചെയ്യാനാണ്? ആദ്യമായിട്ടൊന്നും അല്ല ആന ഇതുപോലെ കർഷകൻ്റെ പുരയിടത്തിലേക്ക് ഇറങ്ങുന്നത്. നിരവധി പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ട്. ആരോട് പരാതി പറയാനാണ്? നമ്മൾ ആരോടെങ്കിലും പരാതി പറഞ്ഞിട്ട് പോലും ഒരു കാര്യവുമില്ലാത്ത സ്ഥിതിയാണ്. ഫോറസ്റ്റുകാർ വന്നു കഴിഞ്ഞാൽ അവർ പടക്കം പൊട്ടിച്ച് ആനയെ തുരുത്തും. പിറ്റേ ദിവസം പിന്നെയും ആന നമ്മുടെ ഈ നാട്ടിൻ പ്രദേശങ്ങളിലേക്കൊക്കെ ഇറങ്ങുകയാണ്. കണ്ടില്ലേ, ഇതിൽ ആന ചാടിപ്പോയത്. ഈ ഒരു തെങ്ങാണ് നശിപ്പിച്ചത്. വീടിന് തൊട്ടടുത്ത് നിൽക്കുന്ന അത്ര തെങ്ങിൻ്റെ മടലാണ് അത് തല്ലിപ്പറിച്ച് കളഞ്ഞേക്കുന്നത്. ഈ ഉണക്കും പിടിച്ച് ഈ ഒരു തെങ്ങൊക്കെ ഇനി ഉണങ്ങിപ്പോകത്തേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അതുപോലെ അത് നശിപ്പിച്ച്. കണ്ടോ, ആന ചവിട്ടി കയറി വന്നേക്കുന്നതിൻ്റെ ആനയുടെ ആ കാൽപാദത്തിൻ്റെ ആ ഒരു പാടൊക്കെ കണ്ടില്ലേ. നല്ല 2 കൊമ്പന്മാരായിരുന്നു വന്നത്. ഞാൻ നേരിട്ട് കണ്ടതാണ്. 2 കൊമ്പന്മാരാണ് എത്തിയത്. കണ്ടോ, ഈ ഒരു വീടിൻ്റെ തൊട്ടടുത്താണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് വന്നേക്കുന്നത്. ഇതിലൂടെ ചാടി ഇറങ്ങി പോവുകയും ചെയ്തു. കണ്ടോ, താപ്പോട്ട് ചാടി ഇറങ്ങി മറിഞ്ഞു പോയതിൻ്റെ ആ ഒരു താഴോട്ട് ഇറക്കമാണ്. അതിലൂടെ നിരങ്ങി ഇറങ്ങിപ്പോയി. ഞങ്ങൾ വെച്ച് അതിനെ ഓടിച്ചപ്പോൾ കണ്ടോ, ഈ കോലിഞ്ചിയൊക്കെ തല്ലി മറിച്ച് അതുവഴി ഇറങ്ങി അങ്ങ് റബ്ബർ തോട്ടത്തിലോട്ട്, കാരിയം എസ്റ്റേറ്റിലേക്കാണ് അത് ചാടിപ്പോയത്. നാട്ടുകാരെല്ലാവരും പറയുന്നത് കാട്ടിൽ നിന്നും ആന ഇറങ്ങുന്നത് ഈ പ്ലാവിലെ ചക്ക പറിക്കാൻ വേണ്ടി വരുന്നതാണെന്ന്. അതനുസരിച്ച് നമ്മളിപ്പം ഈ എലിയെ പേടിച്ച് ഇല്ലം ചുടുന്ന സ്ഥിതി പോലെ നമ്മുടെയും അവസ്ഥ എത്തിയിരിക്കുകയാണ്. നമ്മൾ പ്ലാവാണെങ്കിൽ ഇപ്പോൾ മുറിച്ച് മാറ്റിയിരിക്കുകയാണ്. ഇനി ആന എങ്ങനെയാണ് ചക്ക തിന്നുന്നതെന്ന് നോക്കാം.